വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ പിന്തുടരണമെന്ന് ബിഡിജെഎസ് ദേശീയ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പ്രജീഷിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് സ്ഥിര ജോലിയും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വയനാട്ടിൽ വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് ഉള്ളത്. കടുവയും ആനയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ്. സമീപ സംസ്ഥാനമായ കർണാടകയിൽ നടപ്പാക്കിയതുപോലുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ കേരളവും അവലംബിക്കേണ്ടതുണ്ട്. വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് തീറ്റയും വെള്ളവും ഉറപ്പാക്കണം. ഇതിലൂടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുന്നത് തടയാൻ സാധിക്കുമെന്നും തുഷാർ അഭിപ്രായപ്പെട്ടു. വാഗേരി മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടും കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണമുണ്ടായ പന്നി ഫാമും അദ്ദേഹം സന്ദർശിച്ചു. ഇത് ശാസ്ത്രീയമായി നേരിടേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാട്ടിനകത്ത് വേനൽക്കാലം വരുന്ന സമയത്ത് അവർക്ക് കഴിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്കുള്ള എല്ലാ സംരക്ഷണവും അകത്ത് തന്നെ കൊടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ആ പ്രദേശങ്ങളിൽ അറ്റാക്ക് കുറവുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലും ഫോറസ്റ്റിനകത്ത് തന്നെ മൃഗങ്ങൾ പുറത്തു വരാതുള്ള സജ്ജീകരണങ്ങളകത്ത് ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട ഈ സഹോദരന് തീർച്ചയായും അവർക്ക് ഏതാണ്ട് 50 ലക്ഷം രൂപയോളമാണ് അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ളത്. 5 ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ആ നഷ്ടപരിഹാരം നൽകുകയും അവരുടെ കുടുംബത്തിന് ഒരു നല്ല തൊഴിൽ, സ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ് ജോലി കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. കർണാടകയിൽ വന്യമൃഗങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇറങ്ങി പ്രശ്നം സൃഷ്ടിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രജീഷിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ സ്ഥിര ജോലി നൽകുന്നതിന് വേണ്ട നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രജീഷിന്റെ കുടുംബം നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട 50 ലക്ഷം രൂപ നൽകാനും നടപടികളുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. മലനാട് ന്യൂസ്, ബത്തേരി.